അപ്പോൾ ഒരാൾ 2 മണിക്ക് ഇവിടെ വന്നതായിട്ട് മൂത്ത കുട്ടി കാണുന്നു, 5 വയസ്സോളം പ്രായമുള്ള ഈ മരിച്ച കുട്ടിയുടെ മൂത്ത കുട്ടി കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ വന്നത് ആണാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആകെ കൂടെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. പിന്നെ മുറിക്കകത്ത് കുറേ ഒരു മുറിയിൽ തീ പിടിച്ച കുറേ ലക്ഷണമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് തീ പിടിച്ചു, അത് ഞങ്ങൾ വെള്ളമൊഴിച്ചങ്ങ് അണച്ചു വന്നു. അങ്ങനെയാണ് കുഞ്ഞ് കിണറ്റിൽ കിടക്കുന്ന ഒരു നാട്ടുകാർ പറയും. ഞെട്ടലോടെയാണ് നാട്ടുകാർ കിട്ടുന്നത്. അതായത് ദുരൂഹത എന്ന് പറയുമ്പോൾ ഈ വീടിന് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ വ്യക്തമായ ചിത്രം ഏതാണ്ട് ഞങ്ങൾക്കറിയാം. ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് എനിക്കറിയാം. കാരണം എന്നോടും പലരും സാമ്പത്തികം വാങ്ങിക്കൊടുക്കുന്നതിന് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിലെ കുട്ടിയുടെ ഈ ശ്രീധുവിൻ്റെ, അതായത് മരിച്ചുപോയ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചതിൻ്റെ 16-ആണ്. അപ്പോൾ ഇത് കഴിയട്ടെ വാങ്ങാമെന്ന് പറഞ്ഞാണ് നിന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആളുകളുടെ പുലർച്ചെ ഈ പ്രദേശം കേൾക്കുന്നത് ഞെട്ടലോടുകൂടിയാണ്. കുട്ടിയെ കാണാനില്ല എന്നാണ് അറിയുന്നത്. കുട്ടി മരിച്ചു എന്നല്ല, കാണാനില്ല. അപ്പോൾ അങ്ങനെ ഈ സംഭവം അറിഞ്ഞ് ഞാനും ഉദ്ദേശിച്ച ഒരു 6 മണിയോടുകൂടി ഞാനിവിടെ 6:30 ഞാനെത്തി. ചോദിക്കുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മയും രാഗിണിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാണാനില്ല. രാവിലെ കുട്ടിയുടെ അമ്മ ശ്രീധു ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് കുട്ടിയെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴേക്കും കുട്ടി കരയുന്നതായിട്ട് കേട്ടു. അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ മോള് കരയുന്നു എന്ന് പറഞ്ഞു. തിരിച്ചു വരും നോക്കുമ്പോഴേക്കും കുട്ടിയെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും സംശയമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ 2 മണിക്ക് ഇവിടെ വന്നതായിട്ട് മൂത്ത കുട്ടി കാണുന്നു, 5 വയസ്സോളം പ്രായമുള്ള ഈ മരിച്ച കുട്ടിയുടെ മൂത്ത കുട്ടി കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ വന്നത് ആണാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇങ്ങനെ കുറച്ചിരുന്നിട്ട് പറഞ്ഞു, അതെനിക്ക് വ്യക്തമല്ല, ഞാൻ നിഴലാണ് കണ്ടതെന്ന് പറഞ്ഞു. എത്ര മണിക്കാണ്? 2 മണി. ഉച്ചയ്ക്ക് 2 മണിക്കല്ല, വെളുപ്പിന് 2 മണിക്കാണ്. അപ്പോൾ ആകെ കൂടെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. പിന്നെ മുറിക്കകത്ത് കുറേ ഒരു മുറിയിൽ തീ പിടിച്ച കുറേ ലക്ഷണമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് തീ പിടിച്ചു, അത് ഞങ്ങൾ വെള്ളമൊഴിച്ചങ്ങ് അണച്ചു വന്നു. ഈ 2 മണി സമയത്തൊക്കെ തീ പിടിക്കണമെങ്കിൽ എന്താ മണ്ണെണ്ണയുടെ സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ പിന്നെ പോലീസൊക്കെ ഇങ്ങനെ പരിശോധിച്ചു. അപ്പോൾ എല്ലാം വന്ന പോലീസടക്കം നാട്ടുകാരടക്കം താഴോട്ടൊക്കെ പരിശോധിക്കുകയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് പോയ വഴികൾ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വന്ന പോലീസ് DSP ഞാൻ നോക്കിയപ്പോൾ കിണറിൽ തുണി വർഷങ്ങളായിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കണം. അപ്പോൾ കാറ്റും വെയിലൊക്കെ ഉറച്ചിരിക്കുമല്ലോ, അതിലൊരു ഭാഗം ലേശം മാറി നിൽപ്പുണ്ട് കുറച്ച്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എങ്ങനെ ഞാൻ മാറി. അപ്പോൾ ഒരു അഴിണിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് തുണി ഞങ്ങൾ അവിടെയാണ് കഴിയുന്നത്, അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു വരുത്തി. ഫയർഫോഴ്സ് ഒന്ന് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവർ പറഞ്ഞു ഓടി കിണറ്റിനകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞ് കിണറ്റിൽ കിടക്കുന്ന ഒരു നാട്ടുകാർ പറയും. ഞെട്ടലോടെയാണ് നാട്ടുകാർ കിട്ടുന്നത്. എത്ര മണിയോട് കൂടിയാണ് ഇതൊരു ഉദ്ദേശം? ഒരു 8:30-9 മണിയാവും. 9 വരെ സമയം വരെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇവിടെ പല വിധത്തിൽ. കാരണം കുട്ടി മരിച്ചു എന്ന് ഈ നാട്ടുകാരോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടുത്തുകൊണ്ട് പോയി തന്നെ. കാരണം ഒന്ന് കുട്ടിക്ക് ഇറങ്ങിപ്പോയി ചാടാനുള്ള പ്രായമല്ല. കുട്ടിയെ എപ്പോഴും രാഗിണിയുടെ ഒക്കത്താണ് ഇവിടുത്തെ നാട്ടുകാർ മുഴുവനും കണ്ടിട്ടുള്ളത്. അപ്പോൾ ആകെ കൂടെ വരുമ്പോഴേക്കും ഇവരുടെ ഒരു സംശയം വരുമ്പോൾ നാട്ടുകാർ ആദ്യം സംശയിച്ചത് ഇവർക്ക് സാമ്പത്തികം എന്തെങ്കിലും കൊടുക്കാനുള്ള ആളുകൾ ആരെങ്കിലും അവരെ പേടിപ്പെടുത്താൻ വേണ്ടി കുട്ടിയെ എടുത്ത് മറവ് മാറ്റി വെച്ചിരിക്കുന്നതാണോ എന്നൊരു സംശയമാണ് എനിക്കടക്കം. ജനപ്രതിനിധി നിലയ്ക്ക് എനിക്കടക്കം തുറക്കുമ്പോഴുണ്ടായി അത് തന്നെയാണ്. കാരണം ഒരിക്കലും ഇങ്ങനൊരു അത്യാഗ്രഹം ആരും ചിന്തിക്കുന്നുമില്ല. ഫയർഫോഴ്സ് ഒന്ന് നോക്കുമ്പോഴുള്ള അത് വന്നപ്പോഴേക്കും ഞെട്ടിപ്പോയി. ഇതിനവർ എത്ര നോക്കിയിട്ടും പൊരുത്തപ്പെടുന്നില്ല. എന്തിനു വേണ്ടി? കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ചെയ്തത്? എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി? ഈ കൊച്ചെന്താ ചെയ്തത്? അങ്ങനെ. അപ്പോൾ ഒരു കാരണം വളരെ വ്യക്തമാണ്, പുറത്തുനിന്ന് ഒരാൾ ഇതിനകത്ത് വന്നത് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ വിശ്വസിക്കും. കാരണം ഇവർ ഈ പറയുന്ന 5 മണിക്ക് ശേഷം ഒരു 4-4:30 കഴിഞ്ഞാൽ കോട്ടുകൽക്കുളം ജംഗ്ഷനിൽ ഈ വീട്ടിൽ തൊട്ട് ഫ്രണ്ടിരിക്കുന്ന വായനശാലയുടെ വരാന്തയിൽ ഏറ്റവും കുറഞ്ഞ് 7-8 ആളുകൾ നിരന്ന് കാണും. ഇത് ഏതാണ്ട് രാത്രി ഒരു 10 മണിയുടെ കാണും. അപ്പോൾ ഈ സമയത്ത് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു വഴി ഇതുകൊണ്ട് പക്ഷേ ഇങ്ങനെ പോയാലോ എവിടുന്നാലും ഇരിക്കുന്നവർ ഒന്ന് ഈ മരണം നടന്ന വീടുകൂടെ ആയതുകൊണ്ട് ഈ സാമ്പത്തിക വിഷയം ഉള്ളതുകൊണ്ടും, കാരണം ഇത് ഈ വന്നിരിക്കുന്നതിൽ ആർക്കെങ്കിലും ഒരാളെങ്കിലും പൈസ കൊടുക്കാനും കാണും, അതുകൊണ്ട് അവർ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി കൊണ്ട് പോയിട്ടുമില്ല. മുമ്പ് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഈ സാമ്പത്തിക ബാധ്യത അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ സാമ്പത്തിക ബാധ്യത അല്ലാതെ വേറൊരു അങ്ങനെ ഒന്നുമില്ല. കാരണം അവർ വളരെ മാന്യമായി കഴിയുന്ന കുടുംബമാണ്. ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ. ഇതിവിടെ നിന്നൊരു കഷ്ടിച്ചൊരു 500 മീറ്റർ മാറിയാണ് അവരുടെ ജന്മസ്ഥലവും കാര്യങ്ങളും. ഈ വാർഡിൽ തന്നെയാണ്, കുട്ടികൾക്കുള്ള വാർഡിൽ തന്നെയാണ്. അങ്ങനെയുള്ളവരിതൊന്നുമല്ല, നല്ല മാന്യമായി താമസിക്കുന്ന, വളരെ സാമ്പത്തികമില്ലെങ്കിലും മിതമായി ജീവിച്ചു പോകുന്ന ഒരു നായർ ഫാമിലിയിൽപ്പെട്ടവരാണ്.